മലയാളത്തിന് അകത്തും പുറത്തും ഒരാമുഖം ആവശ്യമില്ലാത്ത വ്യക്തിത്വമാണ് ശ്രീ സച്ചിദാനന്ദൻ. കവി, നിരൂപകൻ, അക്കാദമിഷ്യൻ, പത്രാധിപൻ, വിവർത്തകൻ, ആക്ടിവിസ്റ്റ് തുടങ്ങി വിവിധ മേഖലകളിൽ അരനൂറ്റാണ്ടിലേറെ കാലമായി നിറസാന്നിധ്യവും കേരള സാഹിത്യ അക്കാദമിയുടെ ഇപ്പോഴത്തെ അധ്യക്ഷൻ കൂടിയായ ശ്രീ സച്ചിദാനന്ദനാണ് ഇത്തവണ സോൾ സയൻസിലെ അതിഥി. സച്ചി ഭാഷണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ കവിത എഴുതാൻ തുടങ്ങിയ കാലത്ത് അത് എനിക്കിപ്പോൾ ഓർക്കുന്നില്ല, ഒരു ഡയറക്ടർ വന്നിട്ട് എന്നോട് പാട്ട് എഴുതാമോ എന്ന് ചോദിച്ചു. പക്ഷെ അന്ന് ഞാൻ ഈ പാട്ടെഴുത്ത് കവികൾ ഒരിക്കലും ചെയ്തുകൂടാ, എനിക്കിപ്പോൾ അഭിപ്രായമില്ല കേട്ടോ. ആ പാട്ടെഴുത്ത് ഒരിക്കലും കവികൾ ചെയ്തുകൂടാ, അത് വേറൊരു ഇതാണ്. അത് കാരണം അതിലൊരു മെക്കാനിക്കൽ എന്തൊക്കെ പറഞ്ഞാലും അതിലുണ്ട്. കാരണം ഈ മിക്ക മ്യൂസിക് ഡയറക്ടേഴ്സും ചെയ്യുന്നത് ട്യൂൺ ആദ്യം ഇട്ട ശേഷം അതിനനുസരിച്ച് വാക്കുകൾ ഇടാൻ പറയാണ്. അപ്പോൾ അതൊരു സ്കില്ലാണ്, തീർച്ചയായിട്ടും ഒരു സ്കില്ലാണ്, സംശയമില്ല. ഇതിന് വളരെ ഭംഗിയായിട്ട് ONV കുറിപ്പ് ഒരിക്കൽ പറഞ്ഞു. ONV ആയിട്ട് ഞാൻ ഇൻ്റർവ്യൂ നടത്തി. ഒരു ഹേ ഫെസ്റ്റിവലിൽ ഒരു സെഷൻ ഉണ്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേരുടെ. അപ്പോൾ എന്നോടൊരു സംഭാഷണം നടത്താൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എങ്ങനെയാണ് ഈ കവിത എഴുതുന്ന ഒരാൾക്ക് സിനിമ പാട്ട് എഴുതാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്, അത് പിന്നെ അതിനെപ്പറ്റി ആലോചിച്ചിട്ടുണ്ട്. അപ്ലൈഡ് പോയട്രിയാണ് സിനിമാ പാട്ടെന്ന് പറഞ്ഞു. അതിലെന്തോ ഒരു ശരിയുണ്ട്. കാരണം ഈ നമ്മുടെ പോയറ്റിക് സ്കില്ലുണ്ട്, അതിനെ നമ്മൾ അപ്ലൈ ചെയ്യണം, വേറൊരു ആർട്ടിലേക്ക് അപ്ലൈ ചെയ്യുക. അപ്പോൾ അതിന് വെച്ചാൽ നമ്മുടെ ഈ പദപരിചയം അതിന് വളരെ ഉപകാരപ്പെടും. കാരണം ചില പ്രത്യേക ആ ട്യൂൺ അനുസരിച്ച് എഴുതണമെങ്കിൽ നമുക്ക് ധാരാളം ഒരു വലിയ വൊക്കാബുലറി വേണം. ആ സ്ഥലത്ത് ഒരു പ്രത്യേക വാക്ക് ഇടാൻ പറ്റും. പക്ഷെ അത് മുഴുവൻ എഴുതി കഴിഞ്ഞാലും അത് ആ കവിയുടെ ഏതെങ്കിലും തരത്തിലുള്ളൊരു ആവിഷ്കാരമാണെന്ന് പറയാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഏറ്റവും നല്ല പാട്ടുകൾ പോലും കേൾക്കുമ്പോൾ വളരെ ഇമ്പമുള്ള പാട്ടുകളുണ്ട്, ധാരാളം പാട്ടുകളുണ്ട്. എങ്കിൽ പോലും അത് പൂർണ്ണമായിട്ട് കാരണം അയാളെ അല്ല ആവിഷ്കരിക്കുന്നത്. ആദ്യം രംഗം പറഞ്ഞു കൊടുക്കുന്നു, ഇന്നാളാണ് അഭിനയിക്കുന്നത്, ഇന്നാളാണ് ഇത് മമ്മൂട്ടിയുടെ പാടാൻ പോകുന്നത്, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ഇത് പറഞ്ഞിട്ട് പിന്നെ ആ കോണ്ടെക്സ്റ്റും പറയും. ഏത് കോണ്ടെക്സ്റ്റിലാണ് ആ പാട്ട് വരുന്നത്, മരണത്തിൻ്റെയാണോ പ്രേമത്തിൻ്റെയാണോ ഏതായാലും അപ്പോൾ വേറൊരു നാടകത്തിനായാലും സിനിമയ്ക്കായാലും പാട്ട് എഴുതുമ്പോൾ നമ്മൾ വേറൊരാൾക്ക് വേണ്ടി നമ്മുടെ ചില പദസമ്പത്തും നമ്മുടെ ചില സ്കില്ലുകളും പ്രയോഗിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഒരു തരത്തിലും നമ്മുടെ ഒരു ആവിഷ്കാരമാണെന്ന് നമുക്ക് അവകാശപ്പെടാൻ കഴിയില്ല. നമ്മൾ എഴുതിയ പാട്ടാണെന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാം, പക്ഷെ നമ്മളുടെ ഒരു ആവിഷ്കാരമല്ല. കാരണം നമ്മുടെ ജീവിത സന്ദർഭത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു ആത്മീയ സന്ദർഭത്തിൻ്റെയോ വിചാര സന്ദർഭത്തിൻ്റെയോ വികാര സന്ദർഭത്തിൻ്റെയോ ഒന്നും തന്നെ ആവിഷ്കാരമാണെന്ന് അതിനെപ്പറ്റി പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. എന്നാൽ ഞാൻ പാട്ട് എഴുതിയിട്ടില്ലെന്ന് ചോദിച്ചാൽ പാട്ട് എഴുതി. ഗസലുകളൊക്കെ ആയിട്ട് ഉമ്പായി പാടിയിട്ടുണ്ട്, ഷബാസമൻ പാടിയിട്ടുണ്ട്. പക്ഷെ അത് വളരെ അത് അവർക്ക് വേണ്ടിയുള്ളതല്ല, ഞാൻ സ്വാഭാവികമായിട്ട് വന്നതാണ്. ഞാനൊരു വലിയൊരു സർജറി കഴിഞ്ഞ് കിടക്കുമ്പോഴാണ് ഇങ്ങനെ കുറേ വരികൾ വരാൻ തുടങ്ങി. എൻ്റെ ഒരു ഗോൾ ബ്ലാഡർ സർജറി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ വിശ്രമിക്കുകയാണ്. അങ്ങനത്തെ ഒരു വിശ്രമം എനിക്ക് കിട്ടുന്നത് ആദ്യമായിട്ട്. അങ്ങനെയൊക്കെ വരുമ്പോഴേ എനിക്ക് വിശ്രമം ഉള്ളൂ വാസ്തവത്തിൽ. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ കുറേ വരികൾ, പാട്ട് പോലത്തെ കുറേ വരികൾ, എന്താ ചെയ്യേണ്ടത് ഞാൻ പരിഭ്രമത്തിലായി വാസ്തവത്തിൽ. പിന്നെ ഞാൻ വിചാരിച്ചു എന്നതൊക്കെ എഴുതി വയ്ക്കാം. അങ്ങനെയാണ് തുടർച്ചയായിട്ട് ആ കാലത്താണ് ഒരുപാട് 10-30 പാട്ടുകൾ അങ്ങനെ ഉണ്ടായി. അത് എങ്ങനെയോ അറിഞ്ഞ് VM ഗിരിജയാണ് പോയിട്ട് ഷാബാസമനോ മറ്റേ ഉമ്പായിയോട് പറയുന്നത്, ഇങ്ങനെ മാഷ് എഴുതിയ ഒരു പാട്ട് ഗസലുകളൊക്കെ ആക്കാവുന്ന ആ രീതിയിൽ പാടാവുന്ന കുറേ സാധനമുണ്ട്. എന്നിട്ട് ഉമ്പായി എന്നെ സമീപിക്കുക. ഞാൻ അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കത് കേൾക്കണം പാടിയിട്ട്, എന്നിട്ട് ഞാൻ സമ്മതിക്കുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ തിരുവനന്തപുരത്ത് ഞാൻ പോയപ്പോൾ അദ്ദേഹം വന്ന് ചിലതൊക്കെ ട്യൂൺ ചെയ്ത് പാടി കേൾപ്പിച്ച് കുഴപ്പമില്ലാന്ന് തോന്നി ചെയ്തോളൂ എന്നും പറയുകയും ചെയ്തു. അങ്ങനെയാണ് ഷാബാസമൻ്റെ കാര്യത്തിൽ. അതാണ് ഞാൻ ആദ്യമായിട്ടാണ് ഈ പാട്ട് എഴുതിയെന്ന് പറയാവുന്നത്. ഷാബാസമൻ ഒരു പൊതുവായൊരു പശ്ചാത്തലം തന്നു. ഏതാണ്ട് ഇങ്ങനെ ഒരു കടൽ യാത്ര, അനന്തത, അങ്ങനെയുള്ള ചില സംഗതികളൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ ഒന്ന് മനസ്സിൽ വെച്ച് ഞാൻ എനിക്ക് അങ്ങനെയൊന്നും കവിത എഴുതാൻ പറ്റില്ല, ആരെങ്കിലും പറഞ്ഞ പോലെ എന്ന് പറഞ്ഞ് ഷാബാസാനെ പറഞ്ഞു വിട്ടു. പക്ഷെ അത് എൻ്റെ മനസ്സിൽ കിടന്ന് കുറേ കഴിഞ്ഞപ്പോൾ 1.5 മാസമോ 2 മാസമോ കഴിഞ്ഞപ്പോൾ അതൊരു ഒരു പാട്ടായിട്ട് മാറി. അതപ്പോൾ ഞാൻ ഷാബാസ് പുള്ളിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം. എല്ലാവരുടെയും ഇത് പാടുകയും അതിനെപ്പറ്റി പറയുകയൊക്കെ ചെയ്യും പുള്ളി. അങ്ങനെ അപ്പോൾ എവിടെയുണ്ട്, കാരണം നമ്മളെല്ലാവരും പാട്ട് കേൾക്കുന്ന ആളുകളാണ്. അപ്പോൾ കവിയുടെ ഉള്ളിൽ ഒരു പക്ഷേ ഒരു പാട്ട് പാടാൻ പറ്റിയില്ലെങ്കിലും അയാളുടെ ഉള്ളിലൊരു സംഗീതകാരൻ കൂടി ഉണ്ടായിരിക്കണം. അപ്പോൾ അത് ഏതോ ചില നിമിഷത്തിൽ, പക്ഷെ അത് വളരെ സ്വാഭാവികമായിരുന്നുള്ള വ്യത്യാസമുണ്ട്. ആരെങ്കിലും പറഞ്ഞ് ഇങ്ങനെ പ്രത്യേക സന്ദർഭത്തിൽ അതിന് വേണ്ടി എഴുതുന്ന പോലെ ആയിരുന്നില്ല. വളരെ സ്വാഭാവികമായിട്ട്
കവിത വരുന്ന പോലെ തന്നെ വന്നൊരു കാര്യമാണ്. അന്ന് മാത്രമേ ഞാൻ വിചാരിക്കുന്നത് എൻ്റെ പാട്ടുകളിൽ എൻ്റെ കവി തന്നെയാണ് ഒരു തരത്തിൽ പറഞ്ഞില്ല അത് ആ പാട്ടുകൾ എഴുതിയതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു കുറച്ചും കൂടി ലൈറ്റർ ആയിരിക്കും ഒരു പാട്ട് എന്നുള്ള നിലയ്ക്ക്, അതിന് കുറച്ചും കൂടി ഒരു ലാളിത്യം ഉണ്ടായിരിക്കും. വിചാരത്തിൻ്റെ അംശത്തെക്കാളേറെ ഒരു വൈകാരികമായിരിക്കാനൊക്കെ വഴിയുണ്ട്. എന്നാൽ പോലും ആത്യന്തികമായി എൻ്റെ കവിതയുടെ പല രൂപങ്ങളിലൊന്ന്, കാരണം ഗസൽ എന്നുള്ളത് ഉറുദുവിനെ സംബന്ധിച്ചൊരു സംഗീത രൂപമാണ്, കാവ്യരൂപമാണ്. അപ്പോൾ കാരണം ഈ ഗസലിൻ്റെ ഒരു ട്രഡീഷൻ എനിക്ക് അവിടെ ഡൽഹി ചെന്നപ്പോൾ അതൊക്കെ ആയിട്ട് പരിചയപ്പെടുന്നു. ധാരാളം ഗസലുകൾ കേൾക്കുകയും ഗസലും കേൾക്കും, കവ്വാലി കേൾക്കാനായിട്ട് നിസാമുദ്ദീനിൽ പതിവായിട്ട് പോകും. അപ്പോൾ അങ്ങനെ ആ ഒരു പുതിയ, പിന്നെ ഹിന്ദുസ്ഥാനി സംഗീതമായിട്ട് എനിക്ക് ഭോപ്പാലിൽ പോകുന്ന കാലം തൊട്ടുണ്ട്. വലിയ ഹിന്ദുസ്ഥാനി സംഗീതജ്ഞരെ മുഴുവൻ ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ പലരും ഇല്ല, കുമാർ ഗന്ധർവില്ല, കിഷോരി അമോൻകർ ഇല്ല, ഇവരുടെയൊക്കെ ഒരുപാട് കച്ചേരികൾ കാണും. അപ്പോൾ അങ്ങനെ മനസ്സിൽ ഈ ഹിന്ദുസ്ഥാനി സംഗീതത്തിൻ്റെ ഒരു സംഗതി, അതിനെ ആസ്വദിക്കുന്ന എന്തോ ഒരു ടേസ്റ്റ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ചില കവിതകൾ എഴുതിയിട്ടുണ്ട്. മല്ലികാർജുൻ മൻസൂറിൻ്റെ വെച്ചിട്ട് കുമാർ ഗന്ധർവിനെ പറ്റിയ കവിതയുണ്ട്, അതിനു മുമ്പ് രാമനാഥനെ പറ്റിയിട്ടുള്ള കവിതയുണ്ട്. അപ്പോൾ ഈ സംഗീതത്തെ പറ്റി, ചിത്രത്തെ പറ്റിയൊക്കെയുള്ള എൻ്റെ പല കവിതകളുണ്ട്. അപ്പോൾ ആ തരത്തിൽ അതിൻ്റെ ഒരു അതൊക്കെ എവിടെയോ എൻ്റെ അബോധത്തിൽ കിടന്നിരിക്കണം. ഇത് ഈ അങ്ങനെ ആയിരിക്കണം ഒരു പക്ഷേ ഈ പാട്ടുകൾ ഉണ്ടായത്. എനിക്കിപ്പോഴും കൃത്യമായിട്ട് ആ സോഴ്സ് ശരിക്കും കൃത്യമായിട്ട് ഇങ്ങനെ ഉണ്ടായത്. ഞാൻ ഈ ഓപ്പറേഷൻ കഴിഞ്ഞ് വേറെ വിശ്രമിക്കുന്നു, അപ്പം ഇങ്ങനെ കുറേ വരികൾ വരുന്നു, ചില ഇമേജുകൾ, ചില വരികൾ, അത് ഞാനിങ്ങനെ എഴുതി വയ്ക്കുന്നു. അതിങ്ങനെ അത് എഴുതി വയ്ക്കുന്നു, അത് ചിലതൊക്കെ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു വരുന്നു. അങ്ങനെയാണ് ഗിരിജ അത് അറിഞ്ഞിട്ട് ഇങ്ങനെ ഷാബാസിനോട് പറയുന്നത്, ഞങ്ങൾ അവനെ കൊടുത്തു, പുള്ളി ഒരു കാസറ്റ് ഇറക്കുന്നു ഒക്കെ ഉണ്ടായത്. അതൊരു യാദൃച്ഛികത എന്നേ പറയാവുള്ളൂ. ഞാൻ ഇനി എഴുതുമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അത് കഴിഞ്ഞിട്ടാണ് എഴുതി. പിന്നെ ഞാൻ ഷാബാസ് ഇദ്ദേഹം മുംബൈ മരിച്ചപ്പോൾ ഞാൻ അത് ഞാൻ കോൺഷ്യസ് ആയിട്ട് തന്നെ എഴുതിയതാണ്. മുംബൈക്ക് വേണ്ടിയിട്ടുള്ളൊരു ഗസലുണ്ട് എൻ്റെ. കാരണം അദ്ദേഹം എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു അയാൾ. കാരണം ഇതുപോലെ വളരെ കഷ്ടപ്പെട്ട ഒരാളാണ്. അലിഞ്ഞ് ബോംബെയിലേക്ക് ഓടിപ്പോയി, അവിടെ വെച്ച് ഹിന്ദുസ്ഥാനി സംഗീതമായിട്ട് പരിചയപ്പെട്ട് അങ്ങനെ ഒരു വളരെ നാച്ചുറലായിട്ട് ഇവോൾവ് ചെയ്തൊരു പാട്ടുകാരനാണ്. അപ്പോൾ അയാൾ മരിച്ചു എന്നിട്ട് വലിയ വിഷമമുണ്ടായി. അങ്ങനെ എഴുതിയതാണ് ആ പാട്ട്. അങ്ങനെ ഇനിയിപ്പോൾ എഴുതുമെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. ഇങ്ങനെ ഒരു പാട്ട് വരികയാണെങ്കിൽ ഞാൻ എഴുതിക്കൂടുന്നില്ല, ഞാൻ തടയൊന്നുമില്ല, എഴുതിയേക്കാം. അതിനുശേഷം ഞാൻ വീണ്ടും എഴുതിയിട്ടുണ്ട്. ഇടയ്ക്ക് വല്ലപ്പോഴും ചില പാട്ടുകൾ എഴുതുന്നുണ്ട്. അതൊന്നിച്ച് ഒരു കൂട്ടരെ ഇറക്കുകയും ചെയ്തു. അത് ഇതുപോലത്തെ ഒരു സംഭവം തന്നെയാണ് ഇത്. അത് ആദ്യം ഞാൻ എഴുതിയ കഥ അനന്തരം എന്ന് പറഞ്ഞൊരു കഥയായി. ഈ ഖസാക്ക് വായിച്ചിട്ട് അതൊരു ആലോചന പോലെ വന്നതാണ്. ഇപ്പൊ ഈ കഥാപാത്രങ്ങളുടെ സ്ഥിതി എന്തായിരിക്കും, അതിൽ കഥാപാത്രം വെറുതെ അങ്ങനെ ആലോചിച്ചു. ഖസാക്ക് ഞാൻ വീണ്ടും എടുത്ത് വായിച്ചു, വെറുതെ അങ്ങ് വായിച്ചു. പലതും വായിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ വീണ്ടും ഞാൻ, കാരണം എനിക്കൊന്ന് ഇതിനെപ്പറ്റി സംസാരിക്കാൻ വേണമായിരുന്നു പാലക്കാട്. അപ്പോൾ അങ്ങനെ ഖസാക്ക് വീണ്ടും എടുത്ത് വായിച്ചു. അപ്പോൾ ഞാൻ ഓരോ കഥാപാത്രത്തെ ആലോചിക്കാൻ തുടങ്ങി, ഇവരെങ്ങനെയായിരിക്കും. ഈ രവി മരിച്ചു എന്ന് പറയുന്നില്ല അതിൽ, അയാളുടെ പാമ്പ് കഴുത്തിൽ ഇങ്ങനെ കിടക്കുക. അപ്പോൾ രവി തിരിച്ചു വന്നാൽ എങ്ങനെ ഇരിക്കും, എന്തൊക്കെയാണ് കാണുക, റിപ്പാൻ വിങ്കിളൊക്കെ കുറേ കാലം കഴിഞ്ഞ് തിരിച്ചു വരുന്ന പോലെ തിരിച്ചു വന്ന്, അങ്ങനെയുള്ള ഒരു ആലോചന ആ കഥയുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി കഥ വേണമെങ്കിൽ എഴുതാൻ പറ്റും. അങ്ങനെ ചിലപ്പോൾ ഇപ്പോഴും ഈ പറഞ്ഞ പോലെ ഗസലിൻ്റെയൊക്കെ കാര്യം പറഞ്ഞ പോലെയാണ്. ഇനി എഴുതുമെന്ന് അറിഞ്ഞോണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കഥ ഉണ്ടാവുന്നുണ്ട്. ഇപ്പോഴും ഇപ്പം എൻ്റെ രണ്ടാമത്തെ സമാഹാരം DC ബുക്സിൽ നിന്ന് രണ്ടാമത്തെ കളക്ഷൻ വരുന്നത്. അങ്ങനെ പിന്നെ ഇപ്പോൾ ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ സിറ്റുവേഷനായിട്ട് ബന്ധപ്പെട്ട കുറേ കഥകൾ വന്നു. റോബിൻസൺ ക്രൂസോ മറ്റേ അതെ. പിന്നെ ചിലതൊക്കെ ഒരു ഫാൻറ്റസി പോലെയാണ്. ടൈം എൻ്റെ ഒരു വറിയാണല്ലോ. ടൈമിനെ പറ്റിയുള്ളൊരു കോൺസെപ്റ്റ് അത് ചില 1-2 കഥകളിൽ അത് വരുന്നുണ്ട്. ഒരെണ്ണത്തിൽ ഒരു വയസ്സൻ, അത് മാധ്യമത്തിൽ വന്നു എന്ന് തോന്നുന്നു, തീവണ്ടി കയറുമ്പോൾ അയാൾ ഇറങ്ങുമ്പോഴേക്കും അയാൾ ഒരു കുട്ടിയായിട്ട് മാറും. കാലത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്, പാസ്റ്റിലേക്ക് സഞ്ചരിക്കുന്നതിന്. അതുപോലെ വേറെ ഒരു കഥയാണ്. അതിന് മുമ്പ് ഒരാളൊരു അങ്ങനെ നമ്മളെ കുട്ടിക്കാലത്തൊക്കെ ഇലകളൊക്കെ എടുത്ത് കടിക്കുമല്ലോ. ഇല കടിക്കുമ്പോൾ അയാൾ ആ കാലത്തിൽ നിന്ന് മാറി വേറൊരു കാലത്തിലേക്ക് പോകുന്നൊരു കഥ. ഇങ്ങനെയുള്ള ഒരു ഫാൻറ്റസിയുടെ എലമെൻറ്റ് പല കഥകളിലും ഉണ്ട്. മിക്കവാറും ഈ രാഷ്ട്രീയ കഥയിൽ പോലും അതുണ്ട്. ഈ റോബിൻസൺ ക്രൂസോ ഇത് ഒരു തരത്തിൽ നമുക്കറിയാമല്ലോ, ബ്രൂസോ എന്ന് പറയുന്ന ഈ 2 പേരാണ്, അമിത്ഷായും മോഡിയും. അങ്ങനെയുള്ള ചില, പിന്നെ ഒരു റോബോട്ടിൻ്റെ ആത്മകഥയുണ്ട്. അതിൽ മുസ്ലിം പീഡനമാണ് ആ വിഷയം. അത് വേറൊരു തരത്തിൽ കാണാൻ നോക്കുകയാണ്. അങ്ങനെയുള്ള ചില സിറ്റുവേഷൻസ്, ചില ആലോചനകൾ അങ്ങനെ അത് ആദ്യം വരുമ്പോൾ നമുക്കത് കവിതയാണോ കഥയാണോ എന്ന് തിരിച്ചറിയുന്നില്ല. പിന്നെ എഴുതി കഴിയുമ്പോൾ ഇപ്പം തന്നെ ഇപ്പം ഈ അവസാനം ഞാൻ എഴുതിയൊരു കഥയുണ്ട്, മാതൃഭൂമിയിൽ വന്നിട്ടുള്ള മഹാഭാരതം ബേസ് ചെയ്ത് ദ്രൗപദിയുടെ കഥ. അപ്പോൾ അതെനിക്കൊരു ഉറപ്പുണ്ടായില്ല. അപ്പോൾ ഞാൻ സുഭാഷണം അയച്ചു കൊടുത്തു, ഇത് കഥ എന്നോ കവിതാന്നോ എന്ത് വേണമെങ്കിൽ വിളിച്ച് പബ്ലിഷ് ചെയ്യണമെങ്കിൽ പബ്ലിഷ് ചെയ്തോളൂ. അയാൾ കഥ തന്നെ വിളിച്ചു. കഥയാണ് ഒരു തരത്തിൽ, പക്ഷെ അതിൽ ഒരു കവിയും കൂടി ഉണ്ട് ആ കഥയിൽ. അങ്ങനെയൊക്കെയാണ് വരുന്നത്. ഇത്
ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല കഥകൾ എഴുതും. വളരെ കുട്ടിക്കാലത്ത് എഴുതിയിട്ടുണ്ട് ഞാൻ. ഒരു കോളേജ് മാത്സിലെ കഥ എഴുതിയിട്ടുണ്ട്. പക്ഷെ പിന്നെ എഴുതിയിട്ടില്ല. പിന്നെ അത് അങ്ങനെ അതുപോലെ നാടകം എഴുതി, ഗാന്ധി എന്നുള്ള നാടകം എഴുതി. അത് ഒരു പ്രത്യേക സിറ്റുവേഷനിലായിരുന്നു. അത് ഞങ്ങൾ ഈ വർഗീയതയുടെ വരവ് വളരെ മുമ്പേ കണ്ടു. ഞാൻ കേരളത്തിൽ പോകുന്നതിന് മുമ്പ് തന്നെ 89-90 കാലത്ത് ഞാൻ ടി കെ രാമേന്ദ്രൻ, നമ്മുടെ ചിന്തരവി, ഇങ്ങനെ കുറേ പേര് ചേർന്നിട്ട് നമുക്കൊരു വർഗീയത ഇങ്ങനെ വർദ്ധിക്കുന്നുണ്ട്, നമുക്ക് അതിനെതിരായിട്ട് ഫൈറ്റ് ചെയ്യാൻ ഒരു സെക്യുലർ ഫോറം എന്ന് പറഞ്ഞ സംഘടന ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനൊരു സംഘടന ഉണ്ടാക്കി. അപ്പോൾ എങ്ങനെയൊക്കെയാണ് പ്രചരിപ്പിക്കാൻ കഴിയുക? അന്ന് ഒരുപാട് പേര് വന്നു. ഗോവിന്ദ ഹെലാനി ഉൾപ്പെടെയുള്ള ആളുകൾ അതിൽ ഒരു രാജീവ് താരാനാഥ്, ഗോവിന്ദ ഹെലാനി ഇങ്ങനെ പലരും അതിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അതിനുവേണ്ടി നാടകം നന്നായിരിക്കും തോന്നി. അപ്പോൾ നാടകത്തിൽ എന്താണ് വിഷയം? നാടകത്തിൽ നമ്മളെ സംബന്ധിച്ച് ഈ മതസഹോദരത്വത്തിന് വേണ്ടി ജീവിതം മുഴുവൻ ജീവിക്കുകയും മരിക്കുകയും ചെയ്ത ഒരാൾ ഗാന്ധിയാണ്. അപ്പോൾ ഗാന്ധിയെ പറ്റി നാടകം നന്നായിരിക്കും. അപ്പോൾ ജോയ് മാത്യു ആണ് എന്നോട് പറഞ്ഞത്. ജോയ് മാത്യു ആ കളക്റ്റീവിലുണ്ട്. വളരെ മുമ്പ് തൊട്ടേ അവൻ എൻ്റെ ഒരു യങ്ങർ ഒരു അനിയനൊക്കെ പോലെയാണ്. അപ്പോൾ ജോയ് മാത്യു പറഞ്ഞ് മാഷ എഴുതണ നാടകം. മാഷ് കാരണം ഗാന്ധിയുടെ ജീവിതത്തെ പറ്റിയൊക്കെ മാഷ് കുറേ പഠിച്ചിട്ട് കൂടുതൽ പഠിക്കാൻ പറ്റുന്ന ആളുകളാണ് മാഷ്. അങ്ങനെയാണ് ഞാൻ ആ ഒരു നിർബന്ധിതനായിട്ടാണ് ഒരർത്ഥത്തിൽ പറഞ്ഞത് ആ നാടകത്തിലേക്ക് വരുന്നത്. പക്ഷെ അതിന് മുമ്പ് എനിക്ക് കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. കാരണം ഈ സാംസ്കാരിക വേദിയുടെ കാലത്ത് ചില നാടകങ്ങൾ എഴുതുകയും ചിലത് അഡാപ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ശക്തൻ തമ്പുരാൻ എന്നുള്ള പേരിൽ ഒരു ചെറിയൊരു കളക്ഷൻ ഉണ്ട് ഏകാംഗങ്ങളുടെ, പൂർണ്ണ ബുക്സ് ഇറക്കി. അപ്പോൾ നാടകത്തിൻ്റെ ഒരു സമ്പ്രദായങ്ങൾ എനിക്ക് പൊതുവേ ഒരു പരിചയമുണ്ട്. ഒരുപാട് നാടകങ്ങൾ വായിച്ചിട്ടുള്ള പരിചയവും അതൊക്കെ ഉണ്ടായിരുന്നു. അതുണ്ടായിരുന്നു. ശരിക്കും എൻ്റെ കവിതകൾ എൻ്റെ ഒരു ആത്മകഥയാണ്. ഞാൻ അതാണ് പിന്നെ ആത്മകഥ എഴുതാറ്. പല ആളുകളും എന്നോട് ആത്മകഥ എഴുതാൻ പറയുന്നത് ഒരു കാര്യത്തിൽ എന്താണെന്ന് വെച്ചാൽ ആത്മകഥ എഴുതാൻ മാത്രം അങ്ങനെ കൃത്യമായ എൻ്റെ ഓർമ്മകൾ അങ്ങനെ ഒരു ക്രോണോളജിക്കലല്ല, കാലക്രമം ഇന്ന വർഷത്തിൽ ഇന്ന ദിവസം ഇന്നത് സംഭവിച്ചു എന്ന് പറയാം. ഞാൻ അങ്ങനെ ഡയറി എഴുതാറില്ല. പഴയ ഒരു കാലത്ത് സ്റ്റുഡൻ്റ് ആയിരുന്ന കാലത്ത് കുറച്ച് എഴുതി ഒഴിച്ചാൽ പിന്നീട് അങ്ങനെ ഡയറി എഴുതിയിട്ടില്ല. അപ്പോൾ കൃത്യം വർഷം വെച്ച് കഥ എഴുതാൻ പറ്റില്ല. രണ്ടാമത് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ ആത്മകഥ മുഴുവൻ എൻ്റെ കവിതയിൽ പല തരത്തിൽ വന്നിട്ടുണ്ട്. ഓരോ എൻ്റെ വീട് മാറ്റം, അല്ലെങ്കിൽ ഈ ബോധിയിലുള്ള ആ കൂട്ടത്തെ പറ്റി, അങ്ങനെയുള്ള ആ വീട് വിറ്റപ്പോൾ വീട് വിൽപ്പന എന്ന് പറഞ്ഞിട്ട് കവിത എഴുതിയിട്ടുണ്ട്. ആ വീട് വിറ്റപ്പോൾ വീട് വിറ്റതായിട്ടല്ല എനിക്ക് തോന്നി, ഈ ആളുകളെയൊക്കെ വിൽക്കുന്ന പോലെയോ ആ ഒരു സൗഹൃദങ്ങളെ ഒക്കെ അതിനെല്ലാം. കാരണം ഓർമ്മകൾ നിറഞ്ഞൊരു വീടത്. ഞാൻ ഏറ്റവും അധികം എഴുതിയിട്ടുള്ളൊരു സ്ഥലമാണ്. അതോടൊപ്പം ഈ സുഹൃത്തുക്കൾ മുഴുവൻ വന്ന് കൂടിയിട്ടുള്ളൊരു വലിയ സ്ഥലമാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ആദ്യകാലം തൊട്ട് നോക്കുകയാണെങ്കിൽ എൻ്റെ സൗഹൃദങ്ങൾ, ഒരുപാട് മരിച്ചുപോയ സുഹൃത്തുക്കളെ പറ്റിയുള്ള കവിതകൾ, ഒരുപാട് അടുപ്പമുള്ള ഒരുപാട് മനുഷ്യരെ പറ്റിയുള്ള കവിത, സ്ത്രീകളെ പറ്റിയുള്ള കവിതകൾ. അപ്പോൾ മൊത്തം നോക്കിയാൽ എനിക്ക് തോന്നുന്നു എൻ്റെ ജീവിതത്തിൻ്റെ ഒരു മുഴുവൻ തന്നെ എന്ന് പറയുന്ന പോലെ ആ കവിതകൾ അങ്ങനെ അടുക്കി വെച്ചാൽ എൻ്റെ ജീവിതം മുഴുവനും ഉണ്ടാകുന്നുണ്ട്. പലതരത്തിൽ മാരേജ് കഴിഞ്ഞിട്ട് ആത്മഗീത എന്ന് പറഞ്ഞ കവിത എഴുതുന്നു. അങ്ങനെ നോക്കിയാൽ ഒരുപാട് മിക്കവാറും ജീവിതത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളോ അതിൻ്റെ ഒരു ആന്തരികത, സംഭവങ്ങളുടെ ഒരു സംഭവം എന്നുള്ള നിലയ്ക്കല്ല, ഒരു ഇൻറ്റീരിയോറിറ്റി. അതാണ് ഞാൻ ഇപ്പോഴും അങ്ങനത്തെ കവിത എഴുതുന്നത്. ഞാൻ അടുത്ത കാലത്ത് എഴുതിയ പറഞ്ഞില്ല പുഴത്തീരത്ത് നമ്മൾ എന്താ കവിതയുടെ പേര് തന്നെ പറയാം. അപ്പോൾ പുഴത്തീരത്ത് നമ്മൾ കൂടാറുള്ളത് ഈ വീട്ടി വട്ടരിപ്പാടും ഒക്കെ വരുന്ന കവിത, അതൊക്കെ വരുന്ന ഇങ്ങനത്തെ ചില ഓർമ്മകളിൽ ഒരു പ്രത്യേക വളരെ മുമ്പ് നടന്ന കാര്യമാണ്. പക്ഷെ പിന്നെ അങ്ങനെയാണ്. അതുപോലെ എം ഗംഗാധരൻ അസുഖമായി കിടന്നപ്പോൾ ഞാൻ അതുപോലൊരു കവിത എഴുതി. ഗംഗാധരനും ഒക്കെ വരുന്നൊരു കവിത. ഞങ്ങൾ ഭാരതപ്പുഴയിൽ കുളിക്കാൻ പോകുന്നു. ഷൊർണൂർ അന്ന് ആറ്റൂർ രവിവർമ്മയുടെ വീട്ടിൽ ചിലപ്പോൾ കൂടും. എന്നിട്ട് അതിൻ്റെ അടുത്ത് തന്നെയാണ് ഭാരതപ്പുഴ. അപ്പോൾ എല്ലാവരും കൂടി കുളിക്കാൻ പോകും. അങ്ങനെയുള്ള എമർജൻസി കാലത്ത് അതെനിക്ക് ഭയങ്കര ഓർമ്മയുണ്ട്. കുളിക്കാൻ പോയി. അപ്പോൾ ഈ പാലം കാക്കുന്ന പോലീസുകാരുണ്ടായിരുന്നു. ഇതൊക്കെ ബോംബ് വെച്ച് തകർക്കുന്നൊക്കെയുള്ള പേടിയിൽ. അപ്പോൾ കുളിച്ച് വരുമ്പോൾ അവർ ഭയങ്കര ബീസിലൊക്കെ അടിക്കാൻ തുടങ്ങി. ഞങ്ങളെ പിടിച്ചുകൊണ്ട് പോകുന്നുള്ള മട്ടിലൊക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ ചെന്ന് പറഞ്ഞു, ഞങ്ങളങ്ങനെ കൂട്ടുകാരാണ്, അങ്ങനെ പറഞ്ഞ് അത് ഒഴിവായി. പക്ഷെ അങ്ങനത്തെ ചില സംഗതികളൊക്കെ എപ്പോഴും മനസ്സിൽ കിടക്കുന്നത്, അത് ചിലപ്പോഴൊക്കെ ഓർമ്മകൾ ചില ഓർമ്മയൊക്കെ അങ്ങനെ കവിതയായിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് ഒരു ജീവചരിത്രത്തിൻ്റെ ആവശ്യം എനിക്ക് ഫീൽ ചെയ്യുന്നില്ല ആത്മകഥയുടെ. കാരണം ഈ ആത്മകഥയുണ്ട്. ആദ്യം മുതലുള്ള ഇതുവരെയുള്ള എൻ്റെ കവിതകൾ വായിച്ചാൽ എൻ്റെ ജീവിതത്തിലെ പ്രധാന മുഹൂർത്തങ്ങളോ പ്രധാന വിചാരങ്ങളോ മാറ്റങ്ങളോ അതൊക്കെ മിക്കവാറും അതിൽ കൂടി ഇങ്ങനെ വന്നിട്ടുണ്ട്. ആ 10 വർഷത്തെ മോദി ഭരണം അവസാനിച്ചൊരു നിമിഷത്തിലാണ് സംസാരിക്കുന്നത്. മോദി ഭരണം അവസാനിച്ചു എന്ന് ഞാൻ പറയുമ്പോൾ മോദി ഭരണം തുടരുന്നുണ്ട്. പക്ഷെ ഒരിക്കലും ഈ അവരുടെ ഹിന്ദു രാഷ്ട്ര സങ്കല്പം അത് യഥാർത്ഥമാവില്ല, അതിന് ജനങ്ങൾ സമ്മതിക്കില്ല എന്ന്
ഉള്ള ഒരു പ്രഖ്യാപനമായിട്ടാണ് ഈ ഇലക്ഷൻ കാണുന്നത്. അതുകൊണ്ട് ഞാൻ ഇന്നലെ പറഞ്ഞത് തോറ്റ ആളുകൾ ജയിക്കുകയും ജയിച്ച ആളുകൾ തോൽക്കുകയും ചെയ്ത ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ഇതെന്ന്. അപ്പോൾ അഗ്നിവീർ എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി, അതുപോലെ ഈ സംവരണം മാറ്റാനുള്ള തീരുമാനങ്ങൾ, ഇതൊന്നും നടപ്പാക്കാൻ കഴിയില്ല. ഞാൻ വിചാരിക്കേണ്ടത് ന്യൂനപക്ഷങ്ങൾക്ക് കുറേ കൂടി ഭീതിയില്ലാതെ കഴിയാവുന്നൊരു അവസ്ഥ ഇതോടുകൂടി ഉണ്ടാവുന്നതാണ്. ഒരു ഹോപ്പ് തന്നു എന്നുള്ളതാണ്. ഈ അജയ്യനാണ് മോഡി, അല്ലെങ്കിൽ അജയ്യമാണ് അവരുടെ പ്രത്യയശാസ്ത്രം എന്നുള്ള ആ തോന്നലിന് പിറകെ പോയ കുറേ നിഷ്കളങ്കരായ ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് ആ തോന്നൽ മാറിയിട്ടുണ്ട്. അതുപോലെ മോഡി ഫാക്ടർ എന്ന് പറയുന്നത്, മോദി ഘടകം അല്ലെങ്കിൽ മോദി ഒരു കരിഷ്മ, അത് പൂർണ്ണമായി നഷ്ടപ്പെട്ട ഒരു തിരഞ്ഞെടുപ്പാണ്. പ്രത്യേകിച്ച് ഈ അയോധ്യയിലെ തോൽവിയൊക്കെ വളരെ 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 പ്രധാനമാണ്. അതിൻ്റെ സിംബോളിക് ആയിട്ടുള്ള അർത്ഥങ്ങൾ വളരെ ആഴത്തിലുള്ളതാണ്. അപ്പോൾ അത് മാത്രമല്ല, ഈ തോൽപ്പിച്ചത് നമ്മൾ അനലൈസ് ചെയ്യുന്നതിൽ ഏറ്റവും അധികം തോൽപ്പിക്കുന്നതിന് കാരണമായിട്ടുള്ളത് ന്യൂനപക്ഷങ്ങൾ, ആദിവാസികൾ, ദളിതർ, ഈ വിഭാഗം. സാധാരണ ഞാൻ പണ്ട് അതാണ് പ്രശ്നം എന്നൊക്കെയുള്ള കവിതയിൽ എഴുതിയിട്ടുണ്ട്. അടിയന്തരാവസ്ഥയിൽ നമ്മളെ രക്ഷിച്ചത് ഇവരാണ്. ഈ പാവപ്പെട്ട ഈ സമരം ചെയ്ത കർഷകരും, അതുപോലെയുള്ള ഈ കാടിൽ നിന്ന് പുറത്താക്കപ്പെട്ട, ഖനികൾ കുഴിക്കാൻ വേണ്ടി കാട്ടിൽ നിന്നും മലയിൽ നിന്നും പുറത്താക്കപ്പെട്ട ആദിവാസികളും, അടിച്ചമർത്തപ്പെട്ടുകൊണ്ടേയിരുന്ന ദളിതരും, ഇങ്ങനെയുള്ള സാധാരണ മനുഷ്യരാണ് നമുക്ക് പ്രത്യാശ തിരിച്ചു തന്നിട്ടുള്ളത്. അന്ന് അത് തന്നെ ഉണ്ടായത്. അടിയന്തരാവസ്ഥ കഴിഞ്ഞപ്പോൾ നമ്മൾ കോൺഗ്രസ് ജയിച്ചപ്പോൾ ഈ വടക്കേക്കാരെ നിരക്ഷരാണ് നമ്മൾ പറയുന്നത്. ഈ മനുഷ്യരാണ് അവരുടെ രാഷ്ട്രീയ ബോധമാണ് നമ്മളെ ഒരു തരത്തിൽ അന്ന് രക്ഷിച്ചത്. ഇന്ന് അതിനേക്കാളും വലിയൊരു അവസ്ഥയാണ്. കാരണം രാഷ്ട്രം തന്നെ മുഴുവൻ മാറും. അതിന് ഒരു താൽക്കാലികത ഉണ്ടായിരുന്നു അടിയന്തരാവസ്ഥയ്ക്ക്. ഇന്നത്തെ അങ്ങനെയല്ല. രാഷ്ട്രം മുഴുവൻ തന്നെ അപകടത്തിലാകാവുന്ന, അല്ലെങ്കിൽ ഇല്ലാതെ തന്നെ ആകാവുന്നൊരു ഘട്ടത്തിൽ പ്രത്യാശ ശക്തമാക്കാൻ തീർച്ചയായിട്ടും തിരഞ്ഞെടുപ്പ് സഹായിക്കുന്നുണ്ട്. അവരുടെ പദ്ധതികൾ അതേപടി നടപ്പാക്കാൻ കഴിയില്ല എന്നുള്ളൊരു ഉറപ്പ് നമുക്ക് തരുന്നുണ്ട്. ഈ ശക്തികൾ അജയ്യരല്ല എന്നുള്ളൊരു ഉറപ്പ് നമുക്ക് തരുന്നുണ്ട്. ആ തരത്തിൽ എനിക്ക് തോന്നുന്നു ജനങ്ങളുടെ ഒരു ആത്മാവിഷ്കാരവും ഒരു സെൽഫ് അസർഷനും ഒക്കെ ആയിട്ട് ഈ തിരഞ്ഞെടുപ്പിനെ നിശ്ചയമായിട്ടും കാണാമെന്നുള്ളത്. ഇനി ഒരു പിന്നോട്ട് പോക്ക് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എത്ര പ്രചാരണങ്ങൾ നടത്തിയാലും അത് ഫലിക്കാത്ത തരത്തിലുള്ള ഒരു മാറ്റമാണ് ഈ മാറ്റം. ഞാൻ പറഞ്ഞ പോലെ ഈ മോദി പറയുന്ന കാര്യങ്ങളൊന്നും ആളുകൾ ഇനി വിശ്വസിക്കില്ല എന്നുള്ള ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതിന് പല കാരണങ്ങളാണ്. രാഹുൽ കുറച്ചുകൂടി മെച്യൂരിറ്റി അവസാന കാലത്ത് കാണിച്ചു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതുപോലെ ഒരുപാട് ഈ സോറാട്ടിയെ പോലെയൊക്കെയുള്ള ചെറുപ്പക്കാർ അതിനുപോലും സ്വാധീനം. കാരണം അത് ഹിന്ദിയിലാണ് സംസാരിക്കുന്നത്. സാധാരണ ഹിന്ദിയിൽ അത് കൃത്യമായ വീഡിയോകളും തെളിവുകളും ഒക്കെ കൂടിയാണ്. അതിന് മില്യൺസ് ഓഫ് ഫോളോവേഴ്സ് അതിനുണ്ട്, ഈ ഉത്തർപ്രദേശിലൊക്കെ ഉൾപ്പെടെ. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ഘടകങ്ങളുണ്ട്. അതോടൊപ്പം പൊതുവെ ജനങ്ങളുടെ രോഷവും, ഇയാൾ ഒരു അടുത്ത് പറയുന്നതല്ല വേറൊരിടത്ത് പറയുന്നതെന്നുള്ള കാര്യം, പിന്നെ മുസ്ലിങ്ങളെക്കുറിച്ച് ഒക്കെ പറഞ്ഞ കാര്യം, സംവരണത്തെക്കുറിച്ച് പറഞ്ഞ കാര്യം, ഇതെല്ലാം ആളുകളെ വളരെ ആഴത്തിൽ ബാധിച്ചിട്ടുണ്ട്. അത് കുറച്ചെങ്കിലുമൊക്കെ ഈ ഇദ്ദേഹത്തിൻ്റെ നുണകളെ പുറത്തു കൊണ്ടുവരാൻ മറ്റ് പാർട്ടികൾ കുറേയെങ്കിലുമൊക്കെ ഉത്സാഹിക്കുകയും കുറേയൊക്കെ അതിൽ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ചേർന്നിട്ടാണ്. പാർട്ടിക്കാളേറെ അങ്ങനെ കൃത്യം പാർട്ടികളൊന്നും ഇല്ലാത്ത തരത്തിൽ പുറത്തു നിൽക്കുന്ന ജനങ്ങളാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചിട്ടുള്ളതെന്നാണ് എൻ്റെ ഒരു തോന്നൽ. ഇതിൻ്റെ ഒരു ദുരിതങ്ങൾ അനുഭവിച്ച ജനങ്ങൾ ഇത്ര കാലം കഴിഞ്ഞിട്ടും പറയുന്ന ഒരു വാഗ്ദാനവും പാലിക്കപ്പെട്ടില്ല എന്ന് തിരിച്ചറിഞ്ഞ ജനങ്ങൾ തന്നെയാണ് പ്രധാനപ്പെട്ട ഇതിൻ്റെ ഒരു വിജയത്തിൻ്റെ മറ്റേ ഇയാളുടെ പരാജയത്തിൻ്റെയും മറ്റുള്ളവരുടെ വിജയത്തിൻ്റെയും ഒരു പ്രധാനപ്പെട്ട ശക്തി എനിക്ക് തോന്നുന്നു. കേരളത്തിലെ എണ്ണം കൂടിയിട്ടുണ്ട് വിജയം. അത് നമ്മളെ ഏറ്റവും ഉത്കണ്ഠാകുലരാക്കുന്നത്, കേരളീയർ എന്നുള്ള അല്ലെങ്കിൽ നമ്മളെ ഉത്കണ്ഠാകുലരാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അതാണ്. വോട്ട് കൂടിയിട്ടുണ്ട്. ഒരാൾ ജയിച്ചു എന്നുള്ളത് മാത്രമല്ല, മൊത്തം നോക്കുകയാണെങ്കിൽ വോട്ടുകൾ കൂടിയിട്ടുണ്ട്. അപ്പോൾ എവിടെയോ അടിയിൽ, ഒരുപക്ഷെ നമ്മുടെ സമൂഹത്തിലെ അടിയിൽ ആ വർഗീയത ഉണ്ടായിരുന്നിരിക്കാം. അത് കൂടുതൽ ശക്തമാക്കാനും നമ്മളെ ജനങ്ങളെ വിഭജിക്കാനും ഇവർക്ക് വളരെ ശക്തമായ രീതിയിൽ കഴിഞ്ഞിട്ടുണ്ട്. അത് പ്രധാനമായിട്ട് അതിനെതിരായിട്ടുള്ളൊരു സമീപനമാണ് കേരളത്തിന് വളർന്നു വരേണ്ടത്. ഈ വർഗീയതയ്ക്കെതിരായിട്ടുള്ള അതൊരു ഏതെങ്കിലും പാർട്ടി മാത്രമായിട്ട് കൺഫൈൻ ചെയ്യേണ്ടത് ഞാൻ പറയില്ല. വാസ്തവത്തിൽ അത് എല്ലാ പാർട്ടികളും ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ഇങ്ങനെയാണ് പോക്കെങ്കിലും ഇങ്ങോട്ടാണ് പോവുക. ഇപ്പോൾ അസംബ്ലി ഇലക്ഷൻ വരുമ്പോൾ നല്ല സാധ്യത കാണുന്നുണ്ട്. ഞാൻ 5-6 സ്ഥലങ്ങളിലൊക്കെ അവർ ജയിക്കാനുള്ള സാധ്യത. നമ്മുടെ അസംബ്ലി വൈസ് കൗണ്ടിങ്ങിൻ്റെ ഫലം എടുത്താൽ നമ്മൾ കാണുന്നത് പല അസംബ്ലികളിലും ഒരു നല്ല മെജോറിറ്റി അവർക്ക് ഉണ്ടായിട്ടുണ്ട്. ആറ്റിങ്ങൽ അല്ലെങ്കിൽ പാലക്കാട് അല്ലെങ്കിൽ കാസർഗോഡ്, ആ സ്ഥലങ്ങളിൽ. അതുകൊണ്ട് ഇവർ വരാതിരിക്കുക, ബാക്കി ആരും വന്നാലും പ്രശ്നം, ഇവർ വരാതിരിക്കുക എന്നുള്ളതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ഇതായിട്ട് കാണുക തന്നെ വേണമെന്ന് എനിക്ക് തോന്നുന്നു.
അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളും ഈ വിദ്വേഷത്തിനും വർഗീയതയ്ക്കും എതിരായിട്ടുള്ള മൂവ്മെൻറ്റുകൾ, സിവിലിയൻസ് മൂവ്മെൻറ്റ്, പൗര പ്രസ്ഥാനങ്ങൾ, അത് വളരെ ശക്തമായ രീതിയിൽ വളർന്നു വരേണ്ടതുണ്ട്. അപ്പോൾ ഇതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് വെച്ചാൽ പലതും ഉണ്ടാവും. പാർട്ടികൾ ഓരോരുത്തർ പ്രകടിപ്പിക്കുന്നുണ്ടാവും, വർഗീയ നേതാക്കളെ പ്രകടിപ്പിക്കുന്നുണ്ടാവും, പലതരത്തിലുള്ള കാരണങ്ങളുണ്ടാവും അതിന്. എന്തായാലും അത് നമ്മൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു സമീപനം, വർഗീയതാ വിരുദ്ധമായൊരു സമീപനം സ്വീകരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഈ ഫാബ്രിക് മുഴുവൻ തന്നെ അത് കീറിപ്പോവും. ഈ സോഷ്യൽ ഫാബ്രിക് എന്ന് പറയുന്ന